ഇപ്പോൾ വലിയ തിരിച്ചടി ഇടത് ജനാധിപത്യ മുന്നണിക്കുണ്ടായി എന്നുള്ളതിനെ നമുക്ക് പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താം. ചിലപ്പോൾ ഇമോഷണലായ വോട്ടിംഗ് ഉണ്ടാകുമ്പോൾ ഭരണ മുന്നണി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. കേരളത്തിലെ LDFും UDFും അത് നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തുള്ള ഫാക്ടേഴ്സ് ഇത്തവണ ഉണ്ട് എന്ന് വിചാരിക്കാൻ കാരണങ്ങളുണ്ടോ? ശരിയാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് വടക്കൻ കേരളത്തിലേക്ക് വോട്ടിംഗ് പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും. ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് വീട്ടിൽ നിന്നിറങ്ങി ഭരണത്തിനെതിരെ കൂടി ഒരു വിലയിരുത്തൽ നടത്തി എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷെ അതിനപ്പുറത്ത് നിങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ, കോർ വോട്ടുകൾ തന്നെ കൈമോശം വരുന്ന നിലയിലേക്ക് ഒരു സൂചന ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാണോ? എന്താണ് തോന്നുന്നത്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, അത് സാധാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം പോലെയല്ല, അത് വ്യത്യസ്തമാണ്. കഴിഞ്ഞ 40 കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുത്താൽ 11 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണയും UDFന് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഈ കേരളത്തിൽ നിന്നുണ്ടാകാറ്. അതിൽ വ്യത്യസ്തമായത് 2014 LDFന് വൻ മുന്നേറ്റം ഉണ്ടായത്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാലും UDF തന്നെയാണ് വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് എന്ന് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019-ലും 2024-ലും ഞങ്ങൾക്ക് ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. വോട്ടിംഗ് ശതമാനം എടുത്താലും ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം ആയി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിന്നിൽ തന്നെയാണ്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് 1% വോട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയതിനേക്കാൾ കുറവാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അന്തിമമായിട്ടുള്ള ഒരു വിശകലനം എല്ലാം വരുന്നതേ ഉള്ളൂ. ഏതായാലും ഈ കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും. ഏതെല്ലാം മേഖലയിലാണ് വീഴ്ചയുണ്ടായത് എന്ന് സൂക്ഷ്മമായി തന്നെ പരിശോധിച്ച് അടിത്തട്ടിലേക്ക് ഇറങ്ങി ഗ്രാസ് റൂട്ടിലുള്ള പരിശോധന ഉണ്ടാകും. അവ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ഇടപെടലും നടത്തും. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളായി കേന്ദ്ര ഭരണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ തകർക്കാൻ പ്രത്യേകിച്ച് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം കളി, സാമ്പത്തിക ഫെഡറലിസം തകർത്തുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തുന്ന അതിനെതിരെയൊക്കെ ജനവിധി ഉണ്ടാവേണ്ടതല്ലേ അരുൺ? അതൊക്കെ നമ്മൾ ഇലക്ഷന് മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇലക്ഷനിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കൂ. കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് എടുക്കൂ. 96-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും കേരളത്തിൽ 10 വീതം സീറ്റുകളാണ്. ഇതുപോലെ ഒരു സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയില്ല. 98-ൽ 12-8 ആണ്, 99-ൽ 11-9 ആണ്, 2004-ൽ നിങ്ങൾക്ക് 18 സീറ്റ്. അത് കഴിഞ്ഞിട്ട് 4 സീറ്റിലേക്ക് നിങ്ങൾ 16-4 എന്നുള്ള നിലയിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചുരുങ്ങുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 12-8 ആണ്. നിങ്ങൾ ഈ ഒരു സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയ ഈ സമീപകാലത്തെ 3 പതിറ്റാണ്ടിന് 4 പതിറ്റാണ്ടിനിടയിലെ രണ്ടാമത്തെ ഘട്ടം മാത്രമാണ്. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലാണ് നിങ്ങൾ ഒരു സീറ്റിലേക്ക് പരിമിതപ്പെട്ടു പോയത്, വോട്ട് ഷെയർ ഇത്ര പരിമിതപ്പെട്ടു പോയത്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നടപ്പുശീലം ഇതാണ് എന്ന അവലോകനം കൊണ്ട് അതിൽ കാര്യമില്ല. അല്ല, ഞാനത് പറഞ്ഞു വന്നത് പൂർത്തീകരിക്കാൻ അങ്ങ് സമ്മതിച്ചില്ല. ഈ കേന്ദ്ര നയങ്ങളും അത് വച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ശിഥിലമാക്കാൻ വേണ്ടി നടത്തിയ ഇടപെടലുകളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി വലതുപക്ഷം ഉപയോഗിച്ചിട്ടുണ്ട്, BJP ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പൊ പെൻഷൻ കൊടുത്തില്ല എന്നുള്ള വിവാദം, ആരോപണം, അതോടൊപ്പം തന്നെ അതിനുശേഷം നമ്മുടെ റേഷൻ കടകളും മറ്റ് മാവേലി സ്റ്റോറുകളും വേണ്ടത്ര തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം, ഇവയെല്ലാം കേന്ദ്ര നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് വിശദീകരിക്കാൻ വലിയ തരത്തിൽ ഉള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ വലിയ രൂപത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതും ഭരണത്തെ തെറ്റായി ചിത്രീകരിക്കുന്ന തരത്തിൽ വലിയ ഇടപെടലുകൾ സംഘടിതമായി മാധ്യമങ്ങളും വലതുപക്ഷം നടത്തിയതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പോലും ഞങ്ങൾ സ്വീകരിക്കും എന്ന് സൂചിപ്പിച്ചത്. അങ്ങ് സൂചിപ്പിച്ചു, 2019-ൽ ഞങ്ങൾ ഒരു സീറ്റിലേക്ക് കുറഞ്ഞു, വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നു. അതിനുശേഷം ഒരു വർഷത്തിനിടയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനിൽ 5ഉം വിജയിച്ച് ശരി, ഓക്കെ. ചെറിയ സാങ്കേതിക തകരാറുണ്ട്, അത് പരിഹരിച്ചതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം.